ഹായ്, ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ ഡിഷ് ഉണ്ടാക്കിയാലോ. ഞാൻ കോഴിക്കോട് വന്നതിന് ശേഷം, എന്നെ കല്യാണം കഴിച്ച് വന്ന് കോഴിക്കോട് വന്നതിന് ശേഷം ഞാൻ ഏറ്റവും കൂടുതൽ ട്രൈ ചെയ്തിട്ടുള്ള ഒരു ഐറ്റമാണ് ഈ ഗ്രീൻ പീസ് മസാല എന്ന് പറയുന്നത്, എഗ് മസാല. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കി നോക്കാറുണ്ട്. ഇതിപ്പോൾ കയ്യിലുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കി നോക്കുന്നതാണ്. ഒരു പാൻ വെച്ചിട്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുറച്ച് വെള്ളിയുള്ളിയും പച്ചമുളകും കട്ട് ചെയ്തത് നന്നായിട്ട് വാട്ടുന്നുണ്ട്. കുറച്ച് നേരം വാട്ടുമ്പോൾ, കാരണം അതിൻ്റെ പച്ചച്ചുവയൊക്കെ മാറാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ അത് കുറച്ച് വാടി വരുമ്പോൾ കുറച്ച് കറിവേപ്പിൻ്റെ ഇല, കുറച്ച് ഉപ്പ്, അത് നല്ലോണം വാടാൻ വേണ്ടിയിട്ടാണ് കുറച്ച് ഉപ്പ് ചേർക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സായി വരുന്നവരെ ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അങ്ങനെ നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് വാടി വന്നു. അതിലോട്ട് നമ്മൾ തക്കാളിയാണ് ഇട്ട് കൊടുക്കുന്നത്. കാരണം ഇതധികം വാടേണ്ട ആവശ്യമില്ല, കാരണം നമുക്കൊരു ടേസ്റ്റ് ഉണ്ട്, തക്കാളിയുടെ ഒരു ടേസ്റ്റ് കിട്ടണം. അതുകൊണ്ട് അധികം വാടേണ്ട ആവശ്യമില്ല. ഇതിലോട്ട് നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള 3 മുട്ട ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എത്ര പേർക്ക് ഇത് ഇഷ്ടമാണെന്ന് എനിക്കറിയില്ല, പക്ഷേ കോഴിക്കോട് നമ്മൾ ബീച്ച് കാണുമ്പോൾ നമുക്ക് ആസ്വദിച്ച് കാണുമ്പോൾ ഇടയ്ക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഇത് എപ്പോഴും നമ്മൾ വാങ്ങാറുള്ള ഒരു ഐറ്റമാണ്. അത്രയ്ക്കും നല്ല ടേസ്റ്റാണ് ഈ ഒരു ഗ്രീൻ പീസ് മസാലേനോട്. അപ്പോൾ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇനി ഇതിലോട്ട് നമ്മൾ ഓൾറെഡി പുഴുങ്ങി വെച്ചിട്ടുള്ള നമ്മുടെ ഗ്രീൻ പീസും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് പെർഫെക്റ്റായി. നമുക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. കുറച്ച് നമ്മുടെ എരിവിന് വേണ്ടിയിട്ട് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതത്രയും ടേസ്റ്റാണ്. എൻ്റെ അടുത്ത് മല്ലിയില ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിതിൽ ചേർക്കാതിരുന്നത്. നിങ്ങളുടെ അടുത്ത് മല്ലിയില ഉണ്ടെങ്കിൽ നിങ്ങൾ ചേർക്കുക, അത്രയും അടിപൊളിയായിരിക്കും. എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. സൂപ്പറാണ്, ഒന്നും ഉണ്ടായതുകൊണ്ട് പറയില്ല. പിന്നെ കുറച്ച് നമ്മൾ അവിടെ നിന്ന് ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് അവർ നമ്മുടെ മുകളിൽ ഇച്ചിരി ഉള്ളി വിതറി തരാറുണ്ട്. അപ്പോൾ അതും ഞാൻ ജസ്റ്റ് ഇതിലൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് കൊടുത്തിട്ടാണ്. അപ്പോൾ ഉള്ളി വാടില്ല, ആ ഒരു പച്ച ചുവ നമുക്ക് കിട്ടും. അടിപൊളിയാണിത് ഗ്രീൻ പീസ് മസാല. എല്ലാവരും വീട്ടിൽ ഉണ്ടാക്കി നോക്കണം. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു.